RD നായനാർ സാർ. ഇരിക്കാം. നമ്മെ ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃപ്തിയായി കേട്ടോ. വരണമെന്നും അവിടുത്തെ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി. നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണാവോ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത്. തന്നെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ? തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു. അതിൽ കനലുണ്ട്, തീക്കനൽ. അത് കെടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം. തകർത്തവൻ ആരായാലും അവൻ തകരുന്നതുവരെ പകരം വീട്ടണം. മനസ്സ് മതിയെന്ന് പറയുന്നവരെ ശിക്ഷിക്കണം. പിന്നെ പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിന് ഇപ്പൊ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കാൻ തമ്പുരാൻ. മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുകയാണ്. തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത്. വേദനിച്ചാലും അങ്ങനെ ശപിക്കരുത്. ശപിക്കുകയോ? വിജയം നേരുന്നു. ഞാനങ്ങോട്ട് പോയി വരൂ. മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വില നിനക്കറിയില്ല. അറിയാം. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്ന് നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS കാരനല്ലിത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി? ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും മന്ത്രിവർഗം വിഡ്ഢികളാ, തന്നെ പോലെ. ൂണുനൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല. അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും. പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം. വിത്ത് യുവർ ഫുൾ ആർമി. കാണാം.
ഇലക്ഷനാണ് ഇത്. പിന്നെ സ്ഥാനാർത്ഥി ഒരു ചീഫ് മിനിസ്റ്റർ കൂടി ആവുമ്പോൾ വോട്ടർമാരെ അധികാര ബലത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഡെയിലി റിപ്പോർട്ട് വേണം. വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റും തരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വാരിക്കോരി ചെലവാക്കാൻ ഖജനാവിൽ പണമൊന്നുമില്ല സാർ. ഇദ്ദേഹം കൊട്ടാരത്തിലല്ല ജനിച്ചത്, കുടില്ല. കല്യാണം കഴിച്ചതുപോലും 5 പൈസ സീനം വാങ്ങിക്കാതെ. ആ പരമനാറി അമ്മായിയച്ഛൻ 5 പൈസ അവന് സീനം തന്നു. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട്ടുകാരെ നടക്കുന്നത് പോലും. അല്ല സാർ, നമുക്ക് ഇറങ്ങാം. എന്ത് തനിക്ക് അഭിമാനിക്കാം രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ എതിരാളിയായി കിട്ടാനും വേണം ഒരു ഭാഗ്യം. യെസ്, ഐ ആം ദ ലക്കിയസ്റ്റ്. തന്നെ പോലൊരു 4th റേറ്റ് എതിരാളിയെ കിട്ടിയതിലല്ല, തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ. അംഗക്കലിപ്പ വേണ്ട. ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു ജനകോടിക്കും നിന്റെ മന്ത്രിക്കസര നിലനിർത്താൻ കഴിയില്ല. മന്ത്രിക്കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടടയിൽ ഇരിക്കുന്നതാണ്. I'm all right. I'm all right. അതിസാഹസികമായി സാറിന്റെ ജീവൻ രക്ഷിച്ചു. അതെന്റെ കടമയാണ് സാർ. ഗുഡ്. പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ഒരു കസേര ഇല്ലാത്തതുകൊണ്ട് പ്രൊമോഷൻ തരാൻ നിവർത്തിയില്ല കേട്ടോ. ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും DGPക്ക്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണമെഡൽ, നാഷണൽ ടിവിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ. എന്താ പോരെ സാർ? താങ്ക് യു സാർ. ഐ ആം വെരി ഗ്ലാഡ് ടു ഹിയർ ഇറ്റ്. പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല, തന്റെയും തന്റെ അന്നദാതാക്കളുടെയും ആയുസാണ്. സാറിന്റെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ. തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റും. പക്ഷെ ഒന്നോർത്തോ, തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല. എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക DGPക്ക് ഒരു റീത്ത്, കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച്. ബി റെഡി ഫോർ ദാറ്റ്. ഒന്നും 2 രൂപയല്ല നമുക്ക് പോയത്, 5 ലക്ഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ. ഒലക്ക കഷ്ടപ്പെട്ട് കട്ടുണ്ടാക്കിയ കാശെന്ന് പറയടൂ. ഇപ്പൊ രൂപയല്ലേ പോയുള്ളൂ. തന്റെ ആ ബോംബെക്കാരനെ ആ തന്തയിലെ കഴിവുറാമോൻ സർക്കിളിൽ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയേനെ. എണ്ണിക്കൊണ്ട് 30 ദിവസം. അതിനുള്ളിൽ അവന്റെ പടയൊരുക്കം അവസാനിപ്പിക്കും ഞാൻ. ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി കസേരയിൽ തുടരില്ല. അതിനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ശത്രുവിന്റെ ആയുസ് ഈശ്വരൻ നീട്ടിക്കൊടുക്കുന്നത് ഇതൊരാൾക്ക് അരിഞ്ഞു വീഴ്ത്താനാണ്. ബുദ്ധി കൊണ്ട് അവൻ വെട്ടുമ്പോ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ തടുക്കണം. എന്നിട്ട് കായബലം കൊണ്ട് വെട്ടണം. ശത്രു സംഹാരമാണ് ക്ഷത്രിയ ധർമ്മം, രാജനീതി. നാളെയാണ് എന്നെ വിസ്തരിക്കുന്നത്. നമ്മളാണ് ഓനെ കൊല്ലാൻ ആളെ വിട്ടതെന്നൊക്കെ ഓനറിയാം. മൂസയ്ക്ക് എന്ത് സംഭവിച്ചാലും രക്ഷിക്കാൻ ഞാനുണ്ട്. ഒന്ന് നിർത്തി. ഇനി നമുക്ക് ബോർഡ് മെമ്പർ എന്ന് സുന്ദരനാക്കാം അല്ലേ? ഗുഡ് ബോയ്. മൂസാഖാനെ കാണാൻ ഇപ്പൊ പുതിയാപ്പള മാരിയുണ്ട്. ക്യാബിനറ്റിന്റെ മുമ്പിൽ എങ്ങാനും ചെന്ന് ജാട കാണിച്ചാണ്ടല്ലോ, ചെവിരി ചേർത്ത് ഞാൻ ഷേപ്പ് പറ്റും. അറിയാലോ, നമ്മൾ രണ്ടാളും മേത്തന്മാരാ. ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോരുത്. എടോ മൂസ, താനും തന്റെ അവന്മാരൂടെ ചേർന്ന് തല്ലി ഒടിച്ച കാല് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാന്റെയും കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും.